നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. കുട്ടികൾ സ്ക്രീനുകൾക്ക് മുന്നിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നുണ്ട് എന്നത് വളരെ പേടിപ്പെടുത്തുന്നൊരു സംഗതിയാണ്. കുട്ടികൾക്ക് ഫോൺ ഉപയോഗിക്കാൻ അനുവദിക്കുന്ന സമയം പരിമിതപ്പെടുത്താൻ മാതാപിതാക്കൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും ഫലപ്രദമാകാറില്ല. കുട്ടികൾ വളരും തോറും അവരുടെ മൊബൈൽ സ്ക്രീൻ നോക്കുന്ന സമയവും വർദ്ധിക്കുന്നു. ഇന്ന് ഹലോ ഡോക്ടറിൽ ചർച്ച ചെയ്യുന്നത് കുട്ടികളിലെ സ്ക്രീൻ ടൈമിനെ പറ്റിയാണ്. ഈ വിഷയത്തിൽ സംസാരിക്കാൻ തലശ്ശേരി മിഷൻ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ ജി ഗായത്രി ചേരുകയാണ്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ആദ്യം പറഞ്ഞതുപോലെ ഈ കുട്ടികളുടെ സ്ക്രീൻ ടൈം എന്നത് വളരെ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ പല മൊബൈൽ കൊടുക്കാത്തത് കൊണ്ട് അമ്മമാരെ ഉപദ്രവിക്കുന്നത് അടക്കമുള്ള പല ദുരന്ത വാർത്തകളും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേൾക്കുകയുണ്ടായി. ഈ സ്ക്രീൻ ടൈം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഡോക്ടർ, ഒന്ന് വിശദീകരിക്കാം. സ്ക്രീൻ ടൈം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കുട്ടി ഒരു ദിവസത്തിൽ ടോട്ടൽ ടൈം നമ്മളുടെ വിഷ്വൽ ഡിവൈസസുമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന സമയം. വിഷ്വൽ ഡിവൈസസ് ഉദ്ദേശിക്കുമ്പോൾ മൊബൈൽ ആകാം, കമ്പ്യൂട്ടർ ആകാം, TV ആകാം, ലാപ്ടോപ്പ്, ടാബ് തുടങ്ങിയ എന്ത് വിഷ്വൽ ഡിവൈസസും അല്ലെങ്കിൽ വീഡിയോ ഗെയിമും കൂടി ആകാം. സോ ഇങ്ങനെയുള്ള എന്ത് തരൊരു വസ്തുവും ഒരു ദിവസത്തിൽ ടോട്ടൽ എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നതാണ് നമ്മൾ സ്ക്രീൻ ടൈം ആയിട്ട് ഉദ്ദേശിക്കുന്നത്. സ്ക്രീൻ ടൈം ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ വളരെയധികം ആപത്തായി വരികയാണ്, കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായി വരികയാണ്. അതിന്റെ റൈറ്റ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ റൈറ്റ് ടൈമിൽ കൊടുത്തില്ലെങ്കിൽ അത് എപ്പോഴും നമ്മളുടെ കുട്ടികളുടെ ഭാവിയെ, ഫ്യൂച്ചറിനെ എന്തായാലും അത് അഫക്ട് ചെയ്യുന്നതാണ്. സോ ഹെൽത്തി സ്ക്രീൻ ടൈമും അൺഹെൽത്തി സ്ക്രീൻ ടൈമും മനസ്സിലാക്കി അതിന്റെ കറക്റ്റ് ടൈമിൽ കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ യൂസ് ചെയ്തില്ലെങ്കിൽ നമ്മളുടെ ഫ്യൂച്ചർ ജനറേഷനെ വളരെയധികം അത് അഫക്ട് ചെയ്യും. നമുക്ക് ഒരു കുട്ടിക്ക് എത്ര നേരമാണ് ഈ സ്ക്രീൻ ടൈം അനുവദിക്കാൻ പറ്റുക? ഓരോ പ്രായമുള്ള കുട്ടിക്കും എത്ര സമയം വീതമെന്ന് തരംതിരിച്ച് പറയാൻ സാധിക്കുമോ? കുറെ സ്റ്റഡീസ് അതിൻ്റെ നടക്കുന്നുണ്ട്. സോ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളുടെ IIP ഗൈഡ് ലൈൻസിൽ പറയുന്നത് നമ്മൾ മെയിൻ ആയിട്ട് 3ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 2 വയസ്സ് താഴെ, 2 തൊട്ട് 5 വയസ്സ് വരെ, അതിന് മുകളിലേക്ക്. സോ ലെസ് ദാൻ 2 ഇയേഴ്സ്, 2 വയസ്സ് താഴെ നമ്മളുടെ കുട്ടികളുടെ തലച്ചോറിന്റെയും ബ്രെയിനിന്റെ മാക്സിമം ഡെവലപ്മെന്റ് നടക്കുന്ന സമയമാണ്. ആ ടൈമിൽ ഒരു കാരണവശാലും നമ്മൾ സ്ക്രീൻ ടൈം കാണിക്കാൻ പാടില്ല. മൊബൈൽ ആകട്ടെ, TV ആകട്ടെ, കമ്പ്യൂട്ടർ ആകട്ടെ, ഒരു തരത്തിലുള്ള സ്ക്രീൻ ടൈമും അലൗഡ് അല്ല. എക്സെപ്ഷൻ പറയുന്നത് നമ്മളുടെ വീഡിയോ കോളിംഗ് മാത്രമാണ്. നമുക്കറിയാം ഇപ്പോഴത്തെ എല്ലാ ഫാമിലീസും അണുകുടുംബങ്ങളാണ്. സോ ഗ്രാൻഡ് പാരന്റ്സ് അല്ലെങ്കിൽ അവരുടെ അച്ഛനമ്മമാർ ദൂരെ ആയിരിക്കും. സോ അങ്ങനെയുള്ള അവസ്ഥകളിൽ കുട്ടികൾക്ക് അവരെ കാണണമെന്നുണ്ടെങ്കിൽ വീഡിയോ കോളിംഗ് ചെയ്യുന്നത് കൊണ്ട് തെറ്റില്ല. അതൊഴികെ ബാക്കിയുള്ള ഒരു വീഡിയോസും അല്ലെങ്കിൽ ഒരു സ്ക്രീൻ ഡിവൈസസും നമ്മൾ കുട്ടികളെ കാണിക്കാൻ പാടില്ല 2 വയസ്സിൽ താഴെ. 2 തൊട്ട് 5 വയസ്സ് വരെ പറയുകയാണെങ്കിൽ മാക്സിമം 1 മണിക്കൂർ. നിങ്ങൾക്ക് എത്രത്തോളം ലിമിറ്റ് ചെയ്യാൻ പറ്റുന്നോ അത്രയും നല്ലത്. മാക്സിമം കൊടുക്കാൻ പറ്റുന്നത് 1 മണിക്കൂറാണ്. കുറയ്ക്കാൻ പറ്റുമെങ്കിൽ അത്രയും കുറയ്ക്കാം. സോ ഈ 5 വയസ്സ് വരെ അവരുടെ ഡെവലപ്മെന്റ് ഏറ്റവും മാക്സിമം നടക്കുന്ന ടൈമാണ്. അവരുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്ന ടൈമാണ്, അവരുടെ ക്രിയേറ്റിവിറ്റി വരുന്ന സമയമാണ്. സോ ആ ടൈമിൽ നമ്മൾ ഈ ഒരു സ്ക്രീൻ ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവരുടെ ഡെവലപ്മെന്റിനെ ഒരിക്കലും അഫക്ട് ചെയ്യാൻ പാടില്ല. ഇനി വലിയ കുട്ടികൾ, 5 വയസ്സിന് മുകളിലേക്ക് പോകുന്ന കുട്ടികൾ, എല്ലാവരും സ്കൂൾ ഗോയിങ് കുട്ടികളാണല്ലോ. അപ്പം ആ ഒരു ടൈമിൽ അവരുടെ മറ്റ് ആക്ടിവിറ്റീസിനെ ഒരിക്കലും സ്ക്രീൻ ടൈം അഫക്ട് ചെയ്യാൻ പാടില്ല. അവർക്ക് മസ്റ്റായിട്ട് വേണ്ടുന്ന കുറച്ച് ആക്ടിവിറ്റീസ് ആണ് ഫിസിക്കൽ ആക്ടിവിറ്റി. എല്ലാ കുട്ടികളും, സ്കൂളിൽ പോകുന്ന കുട്ടികൾ എല്ലാവർക്കും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി എന്തായാലും വേണം. അതായത് എക്സസൈസ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും സൈക്ലിംഗ് അല്ലെങ്കിൽ സ്പോർട്ട് ആക്ടിവിറ്റീസ് ഒക്കെ ആവാം. സോ അതെന്തായാലും മസ്റ്റായിട്ട് ചെയ്യണം. അവരുടെ സ്കൂൾ വർക്ക് ചെയ്യാനുള്ള സമയം ഉണ്ടായിരിക്കണം. അവർക്ക് ഉറങ്ങാൻ പറ്റണം, അതായത് അവരുടെ ഉറക്കത്തെ ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അവരുടെ പാരന്റ്സിന്റെ കൂടെ സ്പെൻഡ് ചെയ്യാനുള്ള സമയം വേണം, അതായത് ഫാമിലി ടൈം വേണം. സോ ഇതിനെയൊന്നും അഫക്ട് ചെയ്യാത്ത രീതിയിൽ അവർക്ക് സ്ക്രീൻ ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു കുറച്ച് സമയം മാത്രമാണ് അവർക്ക് പറയുന്ന ടൈം. ഒരിക്കലും ഈ ഒരു പറഞ്ഞ ആക്ടിവിറ്റീസിനെ തള്ളിക്കൊണ്ട് സ്ക്രീൻ ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ പറയുന്ന ഈ ടൈം ലിമിറ്റ്, ഈ സ്ക്രീൻ ടൈം അധികമായാൽ കുട്ടികൾക്ക് ഏത് രീതിയിലാണ് അത് ബാധിക്കുക? എങ്ങനെയാണ് അത് ആപത്താകുന്നത്? അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് 4ആയിട്ട് തിരിക്കാൻ പറ്റും. മെയിനായിട്ട് ഫിസിക്കൽ ഹെൽത്ത്, അതായത് നമ്മുടെ ശാരീരികമായ ആരോഗ്യത്തിന് അഫക്ട് ചെയ്യാം. അതിൽ വരുന്നത് മെയിനായിട്ട് ഇപ്പൊ കണ്ടുവരുന്ന ഒരു മെയിൻ പ്രവണതയാണ് പൊണ്ണത്തടി, അല്ലെ? കുറെ കുട്ടികൾ പൊണ്ണത്തടി ഇപ്പൊ കണ്ടുവരുന്നുണ്ട്. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റി കുറച്ചുകൊണ്ടുള്ള ഈ സ്ക്രീൻ ടൈം റിഡക്ഷൻ കാരണമാണ്. പല കുട്ടികളും സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ TVയുടെ മുമ്പിൽ അല്ലെങ്കിൽ മൊബൈലിന്റെ കൂടെ ആയിരിക്കും, ഒരിക്കലും കളിക്കാൻ പോകുന്നില്ല. സോ ആ ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈൽ കാരണം പൊണ്ണത്തടി വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ പൊണ്ണത്തടി കാരണം ഭാവിയിൽ അവർക്ക് ഷുഗർ, പ്രഷർ തുടങ്ങിയ അസുഖങ്ങൾ ചെറുപ്രായത്തിലെ വരാനുള്ള ചാൻസ് വളരെ അധികമാണ്.
പൊണ്ണത്തടിയുടെ കൂടെ തന്നെ അവരുടെ ഫോക്കസ്, അതായത് അറ്റൻഷൻ സ്പാൻ എല്ലാം കുറയാൻ തുടങ്ങും. ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ കഴിയില്ല. പിന്നെ ഈ ഫോൺ അല്ലെങ്കിൽ TV കാണുന്നത് കാരണം തലവേദന വരാം, ഐ സ്ട്രെയിൻ വരാം, ഇങ്ങനത്തെ പല പല ശാരീരികമായ ബുദ്ധിമുട്ടുകൾ വരാം. രണ്ടാമതായി അവരുടെ മെന്റൽ ഹെൽത്തിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. പല കുട്ടികളുടെയും പാരന്റ്സ് പറയുന്നതാണ് രാത്രി ഉറക്കമില്ല എന്നുള്ളത്. കാരണം ചോദിച്ചാൽ അവർ പറയുന്നത് 10-11 മണി വരെ ഫോൺ തന്നെ നോക്കിയിരിക്കുന്നു. സോ ഈ ഒരു സ്ക്രീൻ ടൈം അല്ലെങ്കിൽ ലൈറ്റിനോട് എക്സ്പോസ് ആവുന്നത് കൊണ്ട് അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള ഉറക്കം പോലും അവർക്ക് ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് കാരണം അവർക്ക് ഡിപ്രഷൻ വരാം, ആങ്സൈറ്റി വരാം, ക്ലാസ്സിൽ ശ്രദ്ധിക്കായ്മ, അതെല്ലാം വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഉള്ളത് സോഷ്യൽ ഇന്ററാക്ഷൻ കുറയും. ബാക്കി ഫ്രണ്ട്സിനോടുള്ള കളിക്കുന്നത് കുറയുന്നു, ബാക്കി പാരന്റ്സിനോടുള്ള സമയം സ്പെൻഡ് ചെയ്യുന്നത് കുറയുന്നു. സോ അവരുടെ ആ സോഷ്യൽ ഇന്ററാക്ഷൻ കുറയുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റ് സ്കൂളിലെ പെർഫോമൻസും കുറയും, പഠിത്തത്തിലേക്കുള്ളത് ബാക്കിലോട്ട് ആകും. ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള നമ്മളുടെ സൈഡ് എഫക്ട്സ് ആയിട്ട് പറയുന്നത്. ഡോക്ടർ, ഈ റൈറ്റ് ഏജ് ടു ഇൻട്രൊഡ്യൂസ് കമ്പ്യൂട്ടർ, TV, മൊബൈൽ, ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാ പേരൻസിനെയും എപ്പോഴും ആശങ്കപ്പെടുത്തുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഏത് പ്രായത്തിലാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഈ മൊബൈൽ പോലെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. മുൻപ് കൊറോണ ടൈമിലൊക്കെ നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഏത് പ്രായത്തിലാണ് ഇത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്? മെയിനായിട്ട് ഇപ്പൊ മൊബൈൽ ഫോണിന്റെ ഏറ്റവും ഉപയോഗം കൂടി വന്നത് കൊറോണ ടൈമിലാണ്, ക്ലാസ് കാരണം. പക്ഷെ ഇപ്പൊ ഏകദേശം അതിന്റെ ആവശ്യം ഒഴിവായി. ഇപ്പൊ എല്ലാവരും ഓൺലൈൻ ക്ലാസ്സസ് ഒഴിവാക്കി ഡയറക്റ്റ് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. സോ ഇപ്പൊ നമുക്ക് ആ ഒരു എഡ്യൂക്കേഷൻ പർപ്പസിനുള്ള ആക്ടിവിറ്റി ഫോണിന്റെ ഇത് കുറഞ്ഞിരിക്കുകയാണ്. സോ ഓരോ മീഡിയ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയുകയാണെങ്കിൽ less than 2 years ആദ്യം പറഞ്ഞല്ലോ, ഒരു സ്ക്രീൻ ടൈം കാണിക്കേണ്ട ആവശ്യമില്ല. സോ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. TV, ഫോണ്, കമ്പ്യൂട്ടർ ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല. 2 വയസ്സ് താഴെ ഒരിക്കലും അത് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 2 വയസ്സ് തൊട്ട് 5 വയസ്സ് വരെ ഉള്ള കുട്ടികളിൽ കമ്പ്യൂട്ടറും TVയും നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതും കൂടുതൽ എഡ്യൂക്കേഷൻ പർപ്പസിനായിരിക്കണം. അവർക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ അവരുടെ പഠിത്തമായിട്ട് ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും റീക്രിയേഷൻ ആക്ടിവിറ്റീസ്, ഇപ്പം ആർട്ട് വർക്ക്, ഡ്രോയിങ് ക്ലാസ്സസ് അല്ലെങ്കിൽ ഡാൻസ് ക്ലാസ്സസ്, മ്യൂസിക് ക്ലാസ്സസ്, അങ്ങനത്തെയൊക്കെയുള്ള ഇതിനോട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണം നമ്മളൊരു മീഡിയ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. പിന്നെ ഫോണിന്റെ യൂസ്, മൊബൈൽ ഫോണിന്റെ ഇൻട്രൊഡക്ഷൻ എപ്പോഴും ഒരു അഡോളസെന്റ് ഏജ് ആണ് നമ്മൾ പറയുന്നത്. അതായത് എബവ് ഒരു 11 years 12 yearsലാണ് നമ്മൾ പറയുന്നത്. അതും സ്മാർട്ട് ഫോൺ കഴിവതും ഒഴിവാക്കുക. നമ്മൾക്ക് പറ്റുവാണെങ്കിൽ നോർമൽ ഫോൺ, ജസ്റ്റ് ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്, പാരന്റ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി. ഇപ്പം കൂടുതൽ കുട്ടികളും ചില എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് വേണ്ടിയൊക്കെ ദൂരെ പോകുന്നവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ ട്യൂഷൻ ക്ലാസ്സിന് പോകുന്ന കുട്ടികൾ കാണും. സോ അവർക്ക് പാരന്റ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു ഫോൺ, അല്ലാതെ സ്മാർട്ട് ഫോൺ മാക്സിമം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒഴിവാക്കുക. ഡോക്ടർ, അതുപോലെ ഈ ചെറിയ കുട്ടികളടക്കം സോഷ്യൽ മീഡിയയിലടക്കം സജീവമാകുന്ന ഒരു കാലഘട്ടമാണ് ഇത്. ഈ കുട്ടികളും സോഷ്യൽ മീഡിയയും എത്രത്തോളം നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്? സോഷ്യൽ മീഡിയ നമുക്കറിയാം, ഇപ്പൊ പല പല പ്ലാറ്റ്ഫോംസ് ഉണ്ട് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ. വാട്സാപ്പ് ഉണ്ട്, യൂട്യൂബ്, സ്നാപ്ചാറ്റ്, ട്വിറ്റർ, ഇൻസ്റ്റ, അങ്ങനെ തുടങ്ങി പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. സോ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരിക്കലും ഡിസഡ്വാൻറ്റേജ് മാത്രം പറയുന്നില്ല, അഡ്വാൻറ്റേജസും ഉണ്ട്, ഗുണങ്ങളും ഉണ്ട്, ദോഷങ്ങളും ഉണ്ട്. ഗുണങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഇപ്പോഴത്തെ ന്യൂക്ലിയർ ഫാമിലീസ് കാരണം നമുക്ക് കസിൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ ദൂരെയുള്ള ഗ്രാൻഡ് പാരന്റ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ, അങ്ങനെയൊക്കെ ഒരു പ്ലാറ്റ്ഫോമാണ്. അതിനുവേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഇതാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്. അതൊരു യൂസ് ആണ് അതിന്റെ. അതുപോലെ പല കുട്ടികളുടെയും ടാലന്റ് നമ്മൾ വീഡിയോസിൽ കൂടെ കാണുന്നുണ്ട്. മ്യൂസിക് ആകട്ടെ, ഡാൻസ് ആകട്ടെ, ഡ്രോയിങ് ആകട്ടെ. സോ അവരുടെ ടാലന്റ് എക്സ്പോസ് ചെയ്യാനും അവരുടെ ബാക്കിയുള്ള ഇത് കാണിക്കാനും ഉള്ളൊരു മീഡിയ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ. അതുപോലെ ചില കുട്ടികളിൽ ഒരു ലൈഫ് ലോങ് ഡിസീസ് ഉള്ള കുട്ടികൾ കാണും, ഡയബറ്റീസ്, തലസീമ, അങ്ങനെ തുടങ്ങിയ കുറച്ച് അസുഖങ്ങളുള്ള കുട്ടികൾ. സോ അവർക്ക് അവരുടെ തന്നെ അസുഖങ്ങളുള്ള മറ്റു കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ അവരുടെ പാരന്റ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ടും ഒരു പ്ലാറ്റ്ഫോം കൊടുക്കുന്നു. നമ്മളെ കണക്ട് ചെയ്യുന്നുണ്ട്. നമ്മളൊരു പല സ്ഥലങ്ങളിൽ കിടക്കുന്നവരാണെങ്കിലും അവർ തമ്മിൽ കണക്ട് ചെയ്യാൻ നമ്മൾ സോഷ്യൽ മീഡിയ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് അഡ്വാൻറ്റേജസ് ആണെങ്കിൽ അതിന്റെ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ലൈക്ക് നമ്മളിപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ ഇൻട്രൊഡ്യൂസ് ആകുമ്പോൾ കുട്ടിക്ക് സ്ട്രേഞ്ചേഴ്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വരാനുള്ള ചാൻസ് വളരെയധികമാണ്. സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ചാറ്റിങ്, അവരെ മിസ്യൂസ് ചെയ്യാണ്, കുട്ടികളെ മിസ്യൂസ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അവരുടെ ഏജ് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കണ്ടന്റിനോട് എക്സ്പോസ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഇപ്പൊ കേൾക്കുന്ന സൈബർ ബുള്ളിങ്, അങ്ങനെ പല പല ഡിസഡ്വാൻറ്റേജസ് ഉണ്ട് സോഷ്യൽ മീഡിയക്ക്. സോ ഇപ്പോൾ ജസ്റ്റ് റീസെന്റ് ഗൈഡ് ലൈൻസ് ആയിട്ട് പറയുന്നത് ഓരോന്നിനോട് എക്സ്പോസ് ആവുന്ന ടൈം, അതായത് നമുക്ക് എപ്പോൾ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഓരോ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ
നമ്മളുടെ ഇൻസ്റ്റ, സ്നാപ്ചാറ്റ്, ട്വിറ്റർ അങ്ങനെയുള്ള സാധനങ്ങൾ ലൈക്ക് ഒരു മിനിമം ഏജ് 13 ഇയേഴ്സ് ആണ് പറയുന്നത്. 13 വയസ്സ് തൊട്ട് നമുക്ക് വേണമെങ്കിൽ അവരെ അത് കാണിക്കാനുള്ള രീതിയിലാണ് പറയുന്നത്, അവർക്ക് ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നത്. വാട്സാപ്പ് ഒരു 16 ഇയേഴ്സ് ഓൺവേർഡ്സ് വേണമെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. യൂട്യൂബ് പറയുന്നത് 18 ഇയേഴ്സ് ഓൺവേർഡ്സ് ആണ്. അതിലും 13 to 18 ഇയേഴ്സ് വിത്ത് പാരന്റ്സ് ഗൈഡ് ലൈൻസ് വേണം പെർമിഷൻ നമുക്ക് വേണേൽ കാണിക്കാം. അതുപോലെ ഇപ്പോഴത്തെ വീഡിയോ ഗെയിം ഉള്ള PUBG എന്നുള്ളത് അത് എബവ് 18 ഇയേഴ്സ് ആണ് പറയുന്നത്. സോ ഓരോന്നിനും ഒരു ഏജ് ഗ്രൂപ്പ് ഉണ്ട്. നമ്മളിപ്പോ കാണുന്ന പല കുട്ടികളും യൂട്യൂബ്, 1 വയസ്സുള്ള കുട്ടികൾ വരെ യൂട്യൂബ് കാണുന്നുണ്ട്. അതൊരിക്കലും അലോ ചെയ്യാൻ പാടില്ല. പല ഇൻഅപ്രോപ്രിയേറ്റ് വീഡിയോസും ഇൻഅപ്രോപ്രിയേറ്റ് കണ്ടന്റിനോട് അവർ എക്സ്പോസ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ മാക്സിമം പാരന്റ്സ് ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എബവ് 13 ഇയേഴ്സ് ആകുന്നത് ഏറ്റവും നല്ലതായിരിക്കും. നമുക്കിപ്പോൾ ഒരു കുട്ടി ഈ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ അഡിക്റ്റഡ് ആണോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും ഡോക്ടർ? പല പാരന്റ്സിന്റെ ഒരു പ്രയാസമാണ് അഡിക്ഷൻ ആയിട്ടുണ്ടോ എന്നുള്ളത്. അഡിക്ഷൻ എന്ന് പറയുന്നത് എല്ലാ അഡിക്ഷനെ പോലും നമ്മൾ ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുന്നത് കിട്ടാതാവുമ്പോൾ അവർ വയലന്റ് ആകുക, അതാണ് അഡിക്ഷന്റെ മെയിൻ സിംറ്റം ആയിട്ട് പറയുന്നത്. സോ എല്ലാ ദിവസവും കുട്ടിക്ക് അത് കണ്ടേ മതിയാവും. ഇപ്പം എക്സാമ്പിൾ ഒരു യൂട്യൂബ് അഡിക്ഷൻ ആണെന്ന് വെച്ചോ, അപ്പൊ ആ കുട്ടിക്ക് ഒരു ദിവസം തുടങ്ങണമെങ്കിൽ യൂട്യൂബ് കാണേണ്ടി വരും. യൂട്യൂബ് ഇല്ലാന്നുണ്ട് അവർക്ക് കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ പോലും ആ കുട്ടി ചെയ്യുന്നില്ലായിരിക്കും, അവരുടെ ഡെയിലി ആക്ടിവിറ്റീസ് പോലും ചെയ്യില്ല. അത് കണ്ടേ പറ്റൂ എന്നുള്ള വാശി പിടിക്കുക. നമ്മൾ അതിനോട് സ്റ്റോപ്പ് ചെയ്യും മതി എന്ന് പറയുമ്പോൾ അതിനോട് ഭയങ്കര വയലന്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുക. നമ്മളോട് സാധാരണ സംസാരിക്കുന്ന പോലെയല്ല, വളരെ വയലന്റ് ആയിട്ട് അതിനോട് റെസ്പോണ്ട് ചെയ്യുക. കൊടുക്കാതെ വരുമ്പോൾ അവരുടെ ഡിപ്രഷൻ, കരച്ചില്, ബഹളം വെക്കുക. ചില കുട്ടികളാണെങ്കിൽ നമ്മളിപ്പോ അലൗ ചെയ്യാമെങ്കിൽ തന്നെ അവർക്ക് സമയം പോകുന്നത് പോലും അറിയില്ല. ലൈക്ക് ഭക്ഷണം വേണ്ട, ഉറക്കം വേണ്ട, ഒന്നും വേണ്ട, അതിനോട് തന്നെ ഇരിക്കുകയാണ്. സോ ഇതൊക്കെ ഒരു അഡിക്ഷന്റെ സിംറ്റംസ് ആണ്. ഇതിന്റെ കൂടെ തന്നെ പല അസുഖങ്ങളും വരാം, ലൈക്ക് ഓട്ടിസം, ADHD തുടങ്ങിയ അസുഖങ്ങളും ഇതിന്റെ കൂടെ ഭാഗമായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അഡിക്ഷൻ ഉണ്ടോ എന്ന് പാരന്റ്സിന് ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു പീഡിയാട്രീഷ്യന്റെ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിന്റെ ഹെൽപ്പോട് കൂടി മനസ്സിലാക്കി അവർ തെറാപ്പിയിലൂടെ പുറത്ത് കൊണ്ടുവരേണ്ടതാണ്. ഇപ്പോൾ കുട്ടികൾ മാത്രമല്ല പേരൻസും ഒരുപാട് സമയം സ്ക്രീൻ ടൈം യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഈ പേരൻസിന്റെ സ്ക്രീൻ ടൈം കുട്ടികളെ അഫക്റ്റ് ചെയ്യുമോ? തീർച്ചയായും അഫക്റ്റ് ചെയ്യും. കുട്ടികളുടെയും പാരന്റ്സിന്റെയും പറയുകയാണെങ്കിൽ കുട്ടികൾ നമ്മൾ ചെയ്യുന്നത് കണ്ടാണ് പഠിക്കുന്നത്, നമ്മൾ പറയുന്നതല്ല അവർ ചെയ്യുക. നമ്മൾ എന്താണോ ചെയ്യുന്നത്, നമ്മൾ എന്താണോ കാണിക്കുന്നത്, അതാണ് അവർ അതേപോലെ കോപ്പി ചെയ്യാണ് ചെയ്യുക. സോ നമ്മളാണ് അവരുടെ റോൾ മോഡൽസ് എന്ന് പറയുന്നത്. നമ്മൾ സ്ഥിരം ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നു, നമ്മൾ അവരോട്ട് ഇന്ററാക്ട് ചെയ്യുന്നില്ല, നമ്മൾ ഏത് സമയം ഫോണിന് കൂടി ഇരിക്കുമ്പോൾ ഒരിക്കലും കുട്ടി നന്നായി പഠിക്കുകയോ അല്ലെങ്കിൽ കളിക്കുകയോ ചെയ്യാൻ പോകുന്നില്ല. അവര് നമ്മളുടെ കണ്ടുപിടിച്ച് അതേപോലെ വരികയോ ചെയ്യുള്ളൂ. സോ നമ്മൾ വീട്ടിൽ പോകുന്നു, ഇപ്പം കൂടുതലും ഇപ്പൊ നമ്മൾ കാണുന്ന വർക്കിംഗ് പാരന്റ്സ് ആണ്, ഫാദറും മദറും വർക്കിംഗ് ആയിരിക്കും മിക്കവാറും. സോ അങ്ങനെയുള്ള അവസ്ഥകളിൽ വീട്ടിൽ വരുന്ന കുറച്ച് ടൈം കുട്ടിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. ഫാമിലി ടൈം എന്നുള്ളത് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ആ ടൈമിൽ ഒരിക്കലും ഫോൺ നോക്കിയിരുന്ന് അവരോട് സംസാരിക്കരുത്. അവരോട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവരുടെ മുഖത്ത് നോക്കി സംസാരിക്കുക, അവരുടെ ഇമോഷൻസ് മനസ്സിലാക്കുക. സോ അവരോട്ടുള്ള ക്വാളിറ്റി ടൈം എപ്പോഴും സ്പെൻഡ് ചെയ്യുക. നിങ്ങളെ റോൾ മോഡലാക്കിയാണ് അവരെപ്പോഴും വരുന്നത്. സോ നിങ്ങളുടെ സ്ക്രീനിൽ എന്തായാലും കുട്ടി അഫക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവരെ മൈൻഡ് ചെയ്യാതെ നിങ്ങളുടെ ഫോൺ തന്നെ നോക്കിയിരിക്കുകയാണെങ്കിൽ അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് അവർക്ക് വരുന്നത്. നെഗറ്റീവായിട്ട് അവരുടെ ഡെവലപ്മെന്റിനെ അഫക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഡോക്ടർ, നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. ഒരുപാട് നന്ദി. ഹലോ ഡോക്ടറിൽ അതിഥിയായി എത്തിയത്. ഹലോ ഡോക്ടർ, ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം. നമസ്കാരം.